വിനോദ് സാർ നല്ല ഉറക്കമാണെന്ന് തോന്നണമല്ല. ദേ ഡോക്ടർമാർ റൗണ്ടിന് വരുന്നൊരു സ്മോൾ അടിച്ചു സാറേ. വിനോദ് സാറേ, സാറ് കഞ്ചാവ് അടിച്ച് കിറങ്ങി കിടക്കാനല്ല വിനോദ് സാറേ. ട്രിപ്പിൾ എക്സ് അങ്കിളോ? അതാരാ? ഇവിടെ കിടന്നിരുന്ന അങ്കിളാ. മോളിഞ്ഞു വന്നേ. രണ്ടു മൂന്ന് ദിവസമല്ലേ വിനുവിനെ കണ്ടിട്ട്. ഞാൻ എത്ര സമയം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നറിയോ? ഡാഡിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, ചെറിയൊരു അറ്റാക്ക്. എന്നിട്ടിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ കുറവുണ്ട്. കുറച്ചു ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും. ഞാൻ ഡാഡിക്ക് കാപ്പിയായി പോവാ. എനിക്കൊന്ന് ഡാഡിയെ കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയ ആളല്ലേ. ഇനി കണ്ടാൽ തൊണ്ടിയോടെ പിടിച്ചു തന്നെ. ഞാനിന്നലെ നമ്മുടെ ബാലയെന്നെ അമ്മായച്ചനെ കണ്ട്. താൻ ആശുപത്രിയിലാണെന്നുള്ള വിവരം പറഞ്ഞു. വൈകിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാം മൂപ്പിലെ. താൻ എല്ലാവരോടും പറഞ്ഞു എന്നെ ഒരു മഹാരോഗിയാക്കുമല്ലോ. എടാ, ഇതൊന്നും അത്ര വലിയ കാര്യമുള്ളതല്ല. എന്നും പറഞ്ഞ് താനിരുന്നു. ഇവൻ ആളല്പം പെശക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മകന്റെ കല്യാണം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരുമൊന്നും വേണ്ട. കല്യാണം വേണേ 2 ആഴ്ച നീട്ടി വെക്കാം. കല്യാണം ഒന്നും മാറ്റി വെക്കണ്ട. ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വരാം. മോളിഞ്ഞു വന്നേ. മോളെ, ഏതായി കുട്ടി? ഞാൻ മമ്മിയുടെ കുട്ടിയാ. മിടുക്കി. ആള് കൊച്ചാണെങ്കിലും കാന്താരിയാണല്ലോ. മോളുടെ പേരെന്താ? രമ്യ മോൾ. എനിക്ക് വേണ്ട. വലിയ പവറൊന്നും കാണിക്കണ്ട, വേണം ഇന്നാ. താങ്ക് യു അങ്കിൾ. മോള് ബെഡിൽ കിടക്കാതെ ഇങ്ങനെ ഓടി നടക്ക. അതിന് രമ്യ മോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. പിന്നെ മോൾ ആരുടെയും കൂടെ വന്നാണോ? അല്ല, ഞങ്ങൾ ഈ ആശുപത്രിയുടെ അടുത്ത് താമസിക്കുന്നേ. സൂസിയാണ്ടിയില്ലേ, ഇവിടുത്തെ നേഴ്സാ. സുഖമില്ലാതെ കിടക്കുന്ന രോഗികളെ ഞാൻ ദിവസവും വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇവളാളൊരു കൊച്ചു മദർ തെരേസ ആയെന്ന് ലക്ഷണം ഉണ്ടല്ലോടോ. അങ്കിൾ, ഈ പോക്കുള്ള അങ്കിൾ ആരാ? അത് കൊള്ളാം. അച്ഛനെ മോനെ നീ അങ്കിളെന്ന് വിളിച്ചാലോ? മോൾ എന്നെ മുത്തശ്ശാന്ന് വിളിച്ചാ മതി. മുത്തശ്ശൻ വെച്ചാ എന്തുവാ? അച്ഛന്റെ അച്ഛൻ. അപ്പൊ മുത്തശ്ശൻ എന്റെ അച്ഛന്റെ അച്ഛനാ? ചേടാ, ഇവളാകെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ആഹാ, മോളെ നീ ഇവിടെ വന്നിരിക്കുകയാണോ? എന്റെ മമ്മിയാ. വാ മമ്മി. വരൂ. വാ. മോളെ വലിയ കുശൃതിയാണല്ലേ. ഇവിടെ നഴ്സായിരിക്കും. അല്ല, എന്റെ കൂടെ താമസിക്കുന്ന സൂസി ഇവിടുത്തെ നേഴ്സാ. ഇവളെ അധികം അടുപ്പിച്ച ദേഹത്തുനിന്ന് മാറില്ല. സുഖമില്ലാതിരിക്കാണെന്നൊന്നും അവള് നോക്കില്ല. സാരമില്ല, കുഞ്ഞല്ലേ. വാ മോളെ, പോവാ. എഴുന്നേക്ക്. ഞങ്ങൾ പോട്ടെ മുത്തച്ഛ. മോള് ദിവസവും വരണം കേട്ടോ. മുത്തശ്ശന് കൂട്ടുന്ന ഒരാള് വേണ്ടേ? വരാം മുത്തച്ഛ. ടാറ്റാ. ടാറ്റാ അങ്കിൾ. അങ്കിൾ ടാറ്റാ. ടാറ്റാ മുത്തച്ഛ. ടാറ്റാ. വെരി വെരി ഗുഡ് മോർണിംഗ് സ്വീറ്റി. ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് പോകുന്നത്. ഹായ്, അങ്കിളിന്റെ വണ്ടിയാ? അങ്കിളിനെ പോലെ തന്നെ വണ്ടിക്ക് നല്ല ഭംഗിയുണ്ട്. മോള് ചെറുപ്പത്തിലെ തന്നെ വാചകടിച്ച് സുഖിപ്പിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ?
എനിക്ക് മോട്ടോർ സൈക്കിളിൽ കയറാൻ എന്ത് ഇഷ്ടമാണെന്നോ. ഞാൻ കാറിലും ഓട്ടോയിലും കയറിയിട്ടുണ്ട്. ഇനി ഇതിൽ മാത്രം കയറിയാൽ മതി. എന്നെ ഇതേ കയറ്റി റൗണ്ട് അടിച്ച് ഇവിടെ കൊണ്ട് നാക്കിയാ മതി. എന്നാ കയറിക്കോ. ശരിക്കിരുന്നോണം. അങ്കിള് ശരിക്കും ഓടിക്കാറിയോ? എന്നെ താഴെ ഇടുവോ? നീ ആള് മോശമല്ലല്ലോ. കയ്യും കാലും കിടത്തി താഴെ വീണ്ട മോളെ, സൂക്ഷിച്ചിരുന്നോ. മോളെ, രമ്യ മോളെ, എവിടെ പോയി കിടക്കുന്നു? മോളെ, മമ്മി കാപ്പീസ് പോണെങ്കിൽ അങ്കിളിന്റെ പുറകെ കയറി ഇരുന്നാ മതി. ഇതൊരു പീരാണെന്നോ? എന്തിന്റെ ഒരു കിന്നാരം. വരും, വീട്ടിൽ കയറിയിട്ട് പോ. അയ്യോ, ഡാഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ. ഞാൻ വൈകുന്നേരം വരാം. ആ, അങ്കിൾ ടാറ്റാ. ടാറ്റാ. മാനേജറുണ്ടോ? അകത്തുണ്ട്. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ബാലേന്ദ്രനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. കുറെ നാൾ ബാംഗ്ലൂർ ടു ബോംബെ ആയിരുന്നു, പിന്നെ ബോംബെ ടു ഡൽഹി. ഞാൻ വന്നത് എന്റെ കുറെ ഫ്രണ്ട്സിന് ഗൾഫ് കൺട്രീസിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അവരെ ടിക്കറ്റ് ഒന്ന് ശരിയാക്കണം. എത്ര പേരുണ്ട്? 10-12 പേരുണ്ടാവും. എന്നത്തേക്കാ? 1-ാം തീയതി പോകണമെന്ന് അവർ പറയുന്നത്. ജസ്റ്റ് പ്ലീസ് കം വിത്ത് ചാറ്റ്. യെസ് സർ. ഞാൻ പൊസിഷൻ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയാം. ഓ മതി, ഞാൻ മറ്റേ. ഓക്കെ. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. പനിയുണ്ടോ? കണ്ണുമുഖമെല്ലാം വല്ലാതിരിക്കുന്നു. ദേഹത്തിനെല്ലാം വല്ലാത്ത വേദന. അകത്ത് പനിയുണ്ടായിരിക്കും. മോളിങ് വന്നില്ലേ? മോള് ഹോസ്പിറ്റലിലെ മത്തയുടെ വാലും പിടിച്ച് നടപ്പുണ്ട്. ഞാൻ പോയി വിളിക്കാം. മോളിങ് വന്നോളും. നീ പോയി കിടക്ക്, ഞാൻ കാപ്പി ഉണ്ടാക്കാം. നിനക്കിത് പറ്റി? ഒന്നുമില്ല. ഡോക്ടർ കാണണോ? വേണ്ട, കുറച്ചേരം കിടന്നാലങ്ങ് മാറും. എന്നെ കാപ്പ് കുടിച്ചിട്ട് കിടന്നു.
ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമാണ്. വല്ലാത്ത വികൃതിയാ, ഒരിടത്തും അടങ്ങിയിരിക്കില്ല. കുഞ്ഞുങ്ങളായ കുറെ കുസൃതിയൊക്കെ വേണം അല്ലേ മോളെ? ആ പിന്നല്ലാതെ മമ്മിയെ പോലെയാ ഞാൻ വെരി സ്മാർട്ടാ അല്ലേ മുത്തച്ഛ? പിന്നെ അല്ലേ? അയ്യോ ഞാൻ ഇന്ന് എപ്പോഴും ഉറങ്ങുന്ന ഭാവിയെ കണ്ടില്ല. കൊച്ചു ചുണ്ട, കൊച്ചു മൂക്ക്. മമ്മി ഞാൻ ആ ഭാവിയെ കണ്ടിട്ട് ഇപ്പൊ വരാട്ടോ. എല്ലാം ഫേറ്റാണ് കുട്ടി. സൂസി പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. മരണം അതാർക്കും ഏത് നിമിഷവും സംഭവിക്കും. രേഖയുടെ ഹസ്ബൻഡിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നത് ഒരു ബൈക്ക് ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു, അത്രമാത്രം. രമ്യമോൾ അവളുടെ ഡാഡിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ടോ? ഇല്ല. രമ്യമോൾക്ക് അവളുടെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ല. സോറി, ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. മോളെ, എനിക്കൊരു മകളില്ല, മരുമകളുമില്ല. നിന്നെ കണ്ടപ്പോ, നിന്റെ കഥകൾ അറിഞ്ഞപ്പോ എനിക്കില്ലാത്തതിന്റെ മകളുടെ ദുഃഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാന്ത്വന വാക്കുകൾ വെറും ഫോർമാലിറ്റീസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും അതുകൊണ്ട് നിന്റെ മനസ്സിനൊരു അല്പം ആശ്വാസം ലഭിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല മോളെ. ഞാൻ വരട്ടെ. രേഖേ, ഇതെന്റെ മകൻ ബാലചന്ദ്രൻ, പൈലറ്റ് ഓഫീസറാണ്. ഇത് രേഖ, രമ്യയുടെ അമ്മ. ഷീസ് വർക്കിംഗ് ദി അഡ്മിറൽ ട്രാവൽസ്. ഞാൻ വരട്ടെ. ആ. മത്തായി, സൂസിയുടെ അവര് മൂന്നാമാതി പോയി. സിസ്റ്റർ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടാ. വാച്ച് നടക്കണില്ല. ബാലേട്ടാ, ആരാ അത്? അത് ആ വിശ്വനാഥ് സാറിന്റെ മകനാ, സുസി താക്കോൽ.